ഹായ് ഓൾ, വെൽക്കം ടു AZB അക്കാഡമി. എന്റെ പേര് ജിജി. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എല്ലാവരുടെ ഒരു പ്രധാന പ്രശ്നമാണ്. ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയക്കുമായിരുന്നു, മാം റെയിൽവേ നമ്മൾ അപ്ലൈ ചെയ്യാൻ നോക്കുമ്പോൾ സൈറ്റ് ലോഡ് ആവുന്നില്ല, ഭയങ്കര ഇഷ്യൂ ആണ്, എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ലേ, എന്തൊക്കെയാണ് എന്നുള്ള ഡൗട്ട് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോരുത്തർക്ക് റിപ്ലൈ കൊടുക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും നല്ല എന്തായിരുന്നു, ഇതുപോലെ ഒരു വീഡിയോ ആയിട്ട് ചെയ്താൽ കുറെ പേർക്ക് സമാധാനമാവുന്നു. റെയിൽവേ സൈറ്റ് ലോഡിംഗ് ഇഷ്യൂ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാത്രമല്ല ഒത്തിരി പേര് ഫേസ് ചെയ്യുന്നതാണ്. അപ്പൊ ആ ഒരു ഡീറ്റെയിൽസ് ആണ് ഈ ഒരു സെഷനിൽ നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കാം. അപ്പൊ ഇവിടെ നമ്മൾ എന്തായിരുന്നു, ലാസ്റ്റ് ഡേറ്റ്, മറ്റൊരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ്, ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് ഏതുവരെയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്? മാർച്ച് 1 വരെയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. എപ്പോഴായിരുന്നു ലാസ്റ്റ് ഡേറ്റ്? ഫെബ്രുവരി 22 ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അത് എന്ന് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്? മാർച്ച് 1 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനിയും അപേക്ഷിക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപേക്ഷയുള്ളൂ. നാളെ വരെ മാത്രമേ സമയം കിട്ടുള്ളൂ. പിന്നെ കുറെ പേർക്ക് ആധാറിന്റെ ഇഷ്യൂ ഉണ്ടെന്നൊക്കെ കേട്ടു. അതിനെ റിലേറ്റ് ചെയ്ത് അടുത്തൊരു വീഡിയോ ഇടാം കേട്ടോ. അപ്പോ ഇവിടെ നമ്മൾ മാർച്ച് 1 എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പൊ ഇനി ആരെങ്കിലും സൈറ്റ് ലോഡ് ഇഷ്യൂ ഒക്കെ ഉള്ളവർക്ക് വീണ്ടും അപേക്ഷിക്കാൻ സമയമുണ്ട്. ഇനി മറ്റൊരു മിഥ്യാധാരണ എന്ന് പറയുമ്പോൾ ഇതിൽ നമ്മൾ നോക്കുവാണെങ്കിൽ 10th അല്ലെങ്കിൽ SSLC, അതും അല്ലെങ്കിൽ ITI ആണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ. 10th SSLC എന്ന് പറഞ്ഞാൽ അറിയാലോ, സെയിം ആണ് കേട്ടോ. അപ്പൊ ITI ആണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. അപ്പൊ കുറെ പേര് വിചാരിച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ ITI ഉണ്ടെങ്കിൽ മാത്രമാണ് RRB ഗ്രൂപ്പ് ബിക്ക് അപേക്ഷിക്കാൻ പറ്റുള്ളൂ എന്നാണ് കുറെ പേര് വിചാരിച്ചിരിക്കുന്നത്. എന്തായിരുന്നു, ITI ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ എന്ന്. അത് വെറും തെറ്റിദ്ധാരണയാണ്. ITI ഉണ്ടെങ്കിൽ മാത്രമല്ല നമുക്ക് വരുന്നത്. നിങ്ങൾക്ക് 10ാം ക്ലാസ് മാത്രമാണ് ഉള്ളത്, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപേക്ഷിക്കാം. 10ാം ക്ലാസ്സുകാർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ്. അപ്പോൾ ഡിഗ്രി ഉണ്ടെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് അപേക്ഷിക്കാം കേട്ടോ. ഇപ്പൊ ചില എക്സാം പോലെ ഡിഗ്രി ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള യാതൊരു ക്രൈറ്റീരിയയും എന്തായിരുന്നു ഇവിടെ ഇല്ല. നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിലും അപേക്ഷിക്കാം, അതാണ് പറയുന്നത്. ഡിഗ്രി ഉണ്ടെങ്കിലും അപേക്ഷിക്കാൻ സാധിക്കും. ഇനി ഇതിന്റെ സാലറി എത്രയാണ് വരുന്നത്? 18,000 രൂപയാണ് ഇതിന്റെ സാലറി വരുന്നത്. അപ്പൊ 18,000 രൂപ എന്ന് പറയുമ്പോൾ ബേസിക് പേ ആണ്. DAയും HRA ഒക്കെ കൂടെ ഉണ്ട്. നമുക്കറിയാം സ്റ്റേറ്റ് ഗവൺമെന്റ് പോലെയല്ല, സെൻട്രൽ ഗവൺമെന്റ് ആകുമ്പോൾ DAയും HRAയും നല്ല കൂടുതലായിട്ട് തന്നെ കിട്ടും. അതുകൊണ്ട് നല്ലൊരു എമൗണ്ട് തന്നെ സ്റ്റാർട്ടിങ് തന്നെ നിങ്ങളുടെ കയ്യിൽ കിട്ടും. ഇനി ഇതിന് എത്ര വേക്കൻസീസ് ആണ് ടോട്ടൽ വരുന്നത്? 32,438 വേക്കൻസീസ് ആണ് വരുന്നത്. 32,438. ഇനി ഇതിന്റെ ഏജ് ലിമിറ്റ് എത്രയാണ്? 36 വയസ്സ് വരെ. 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുക. ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ എല്ലാവർക്കും ഇനി അടുത്ത പ്രാവശ്യം ഇപ്പൊ 33 വയസ്സുള്ളവര് ഇനി 3 വർഷം ഉണ്ടല്ലോ, അപ്പൊ അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോ എഴുതാനൊന്നും പറഞ്ഞിട്ടിരിക്കരുത്. സാധാരണ റെയിൽവേയുടെ ഏജ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയാണ്. നമുക്കറിയാം ഈ ഒരു എക്സാം അവസാനമായിട്ട് വന്നത് 2019 അതുകൊണ്ട് തന്നെ എന്തായിരുന്നു, അത് കഴിഞ്ഞ് കൊറോണ വന്നു. കൊറോണ വന്നപ്പോ പിന്നീട് ഈ എക്സാമിനെ വിളിക്കാൻ പറ്റിയില്ല. അപ്പൊ കൊറോണ വന്നത് കാരണം ആ ഒരു സ്റ്റെക്കില് ആ ഒരു ഫ്രീസ് ആയപ്പോ ഒത്തിരി പേരുടെ ഏജ് കഴിഞ്ഞു. 33 ലാസ്റ്റ് ചാൻസ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്നവരുടെയൊക്കെ ഏജ് കൊറോണ കഴിഞ്ഞപ്പോഴേക്കും കഴിഞ്ഞു അല്ലെ. അപ്പൊ വയസ്സെന്ന് പറയുന്ന, വർഷങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് എന്ത് സാഹചര്യം ഉണ്ടെങ്കിലും പിടിച്ചു നിർത്താൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എന്തായിരുന്നു, ഈ പ്രാവശ്യം റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ഒരു തീരുമാനം എടുക്കുവാണ്. കൊറോണ ഒക്കെ ഉള്ളത് കാരണം നമുക്ക് എക്സാം നടത്താൻ പറ്റിയില്ല. അപ്പൊ ലാസ്റ്റ് ചാൻസ് അന്ന് ലാസ്റ്റ് ചാൻസ് ഉള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ കൊറോണ സമയത്ത് ഏജ് കഴിഞ്ഞ ആൾക്കാർക്ക് കൂടി ഒന്ന് കൺസിഡർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്രാവശ്യം 36 വയസ്സ് വരെ ആക്കിയത്. അതായത് അടുത്ത പ്രാവശ്യം എക്സാം വരുമ്പോൾ എന്തായിരുന്നു, 36 വയസ്സ് വരെ ആയിരിക്കില്ല, 33 വയസ്സ് വരെ ആയിരിക്കും കേട്ടോ. അടുത്ത പ്രാവശ്യം എന്തായിരുന്നു, 36 വയസ്സ് വരെ ഉണ്ടാവില്ല, 33. അപ്പൊ ഇപ്രാവശ്യമാണ് 36. 36 എന്ന് പറയുമ്പോ ഏത് കാറ്റഗറിക്കാ? ജനറൽ കാറ്റഗറിക്കാണ് 36. അപ്പൊ ഇനി OBC ആകുമ്പോഴോ? OBC ആകുമ്പോ നിങ്ങൾക്ക് 39 വരെ അപേക്ഷിക്കാം. ഇനി SC ST ആണെങ്കിൽ എത്ര വരെ അപേക്ഷിക്കാം? 41 വയസ്സ് വരെ SC ST ആണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. അതുകൊണ്ട് നിങ്ങളുടെ ഒത്തിരി പേരുടെ ലാസ്റ്റ് ചാൻസ് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് നമുക്ക് തന്നതാണ് ഈ ഒരു റിലാക്സേഷൻ എന്ന് പറയുന്നത്. മാക്സിമം നിങ്ങൾ ഇത് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. റെയിൽവേയിലെ ഒരു ജോലി എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്വപ്നം കണ്ടു തുടങ്ങുക. കാരണം ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? നോട്ടിഫിക്കേഷൻ വിളിച്ചാൽ 6 മാസത്തിനുള്ളിലാണ് എക്സാം നടക്കുന്നത്.
എക്സാം എക്സ്പെക്ട് ചെയ്യുന്നത് ജൂലൈ ടു ആഗസ്റ്റ് മാസങ്ങളിലാണ് എക്സാം എക്സ്പെക്ട് ചെയ്യുന്നത്. ജൂലൈ ടു ഓഗസ്റ്റ് മാസങ്ങളിലാണ് എക്സാം എക്സ്പെക്ട് ചെയ്യുന്നത്. ജൂലൈ ടു ഓഗസ്റ്റ് മാസങ്ങളിലായിട്ട് നമ്മൾ ഈ എക്സാം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ജൂലൈ ടു ഓഗസ്റ്റ് മാസത്തിൽ എക്സാം എക്സ്പെക്ട് ചെയ്യുന്നു. സോ 6 മാസമാണ്. ഓഗസ്റ്റിലാകുമ്പോൾ നമുക്ക് നോക്കുവാണെങ്കിൽ ഇതിപ്പോ ഫെബ്രുവരി ആണ്, കൃത്യം 6 മാസമാണ് നമുക്ക് കിട്ടുന്നത് അല്ലെ. ഒരു 6 മാസം മാത്രമാണ് ഒരു എക്സാം പഠിക്കാൻ വേണ്ടി കിട്ടുന്നത്. അത് മാത്രമല്ല, ഈ 6 മാസം നിങ്ങൾ ഫുള്ളും നിങ്ങൾ 100% ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ ജോലിയാണ്. ഓക്കെ, 1 ഇയറിനുള്ളിൽ നിങ്ങൾക്ക് ജോലി സെറ്റ് ആണ്. ഒരു വർഷത്തിനുള്ളിൽ. അതായത് ഏറ്റവും ഇപ്പൊ നമുക്ക് ചില ആൾക്കാർക്ക് എന്തായിരുന്നു, ഇനി കാത്തിരിക്കാൻ പറ്റില്ല, ഇനി കാത്തിരിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. എന്തായിരുന്നു? ഇനി കാത്തിരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങണം, പെട്ടെന്ന് തന്നെ ഒരു ജോലി വേണം എന്ന ആഗ്രഹമുള്ളവർക്ക് പറ്റിയ ഏറ്റവും നല്ലൊരു പോസ്റ്റ് ആണിത്. കാരണം ഒരു വർഷത്തിനുള്ളിൽ ജോലി നിങ്ങളുടെ കയ്യിലെത്തും. അതുകൊണ്ട് ജോലി ഏറ്റവും ആവശ്യമുള്ളവര് ഏറ്റവും നന്നായിട്ട് പഠിച്ചു തുടങ്ങണം. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇത് അപേക്ഷിക്കുമ്പോൾ കുറെ പേർക്ക് എന്തായിരുന്നു ഡൗട്ട് എന്ന് പറയുന്നത്, സൈറ്റിന്റെ ഒരു പ്രശ്നമാണ്. ഇത് അപേക്ഷിക്കുമ്പോൾ പലപ്പോഴും സൈറ്റ് ഇങ്ങനെ ആയിരിക്കും കാണിക്കുന്നത് അല്ലെ, ഇതുപോലെ ആയിരിക്കും. ദ സൈറ്റ് കാൻ ബി റീച്ച്ഡ് എന്ന് പറഞ്ഞ് കാണിക്കും. ദ സൈറ്റ് കാൻ ബി റീച്ച്ഡ് എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ നമുക്ക് ആകെ കൂടി ടെൻഷനാണ്. കാരണം എന്താ, ഇനി അപേക്ഷിക്കാൻ പറ്റില്ലല്ലോ എന്ന്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ലോഡിംഗ് ഇഷ്യൂ വരുന്നത്? എന്തുകൊണ്ടാണ് ഈ ഒരു ലോഡിംഗ് ഇഷ്യൂ വരുന്നത്? നമുക്കറിയാം, ഞാനും നിങ്ങളും മാത്രമാണ് സൈറ്റിൽ അപേക്ഷിക്കുന്നതെങ്കിൽ ചിലപ്പോൾ സ്മൂത്ത് ആയിട്ട് പോകും. ഒരേ സമയം ഇതും എന്താ പറയുക, ഇത് ശരിക്കും എന്തായിരുന്നു, ഇത് ഫുള്ളും കമ്പ്യൂട്ടർ ആണ്, മനുഷ്യരല്ല. മനുഷ്യരാണെങ്കിൽ മനുഷ്യന്റെ ബ്രെയിൻ ആണെങ്കിൽ പോലും ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരേ സമയം 10 കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അതേപോലെ തന്നെ സിസ്റ്റത്തിന് എന്തായിരുന്നു, ഒരേ തവണ ഈ ഒരു IP അഡ്രസ് ഉപയോഗിച്ചിട്ട് ഒത്തിരി ആൾക്കാർ അപേക്ഷിക്കാൻ നോക്കും. ഒത്തിരി ആൾക്കാർ അപേക്ഷിക്കാൻ നോക്കുമ്പോൾ സൈറ്റ് ലൗഡ് ആവില്ല. പ്രത്യേകിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എപ്പോഴായിരുന്നു, ഫെബ്രുവരി 22-നായിരുന്നു. അതായത് നാളെയാണ് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഉണ്ടായിരുന്നത്. ആ ലാസ്റ്റ് ഡേറ്റ് ആകുമ്പോഴേക്കും, അപ്പൊ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ എന്തായിരുന്നു, അപേക്ഷിക്കാൻ പറ്റാത്തവരെല്ലാവരും കൂടിയിട്ട് കൂട്ടം കൂട്ടമായിട്ട് അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് സൈറ്റ് ഹാങ് ആയി നിൽക്കുവാണ്. അപ്പൊ നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോ മാർച്ച് 1 ആയതുകൊണ്ട് ഈ സൈറ്റിന്റെ എന്തായിരുന്നു പ്രശ്നം തീരും. അപ്പൊ കുറെ പേര് വിചാരിക്കുന്നുണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഇഷ്യൂ ആണോ, നെറ്റിന്റെ ഇഷ്യൂ ആണോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അങ്ങനെയല്ല, ഒത്തിരി പേര് ഒരുമിച്ച് അപേക്ഷിക്കുമ്പോൾ ജാമായി പോകുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പൊ മാർച്ച് 1 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നാളെയോ ചിലപ്പോ മിക്കവാറും ഇന്നും നാളെയൊക്കെ ആയിട്ട് കുറച്ചും കൂടി തിരക്കുണ്ടാവും. കാരണം കുറെ പേര് അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇപ്പൊ കുറെ പേര് മാർച്ച് 1-ാം തീയതി വരെ എക്സ്റ്റെൻഡ് ചെയ്തു എന്നുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ട് കുറച്ചുകൂടി തിരക്കായിരിക്കും. ഫെബ്രുവരി എന്തായാലും 23-ാം തീയതി മുതൽ കുറച്ചുകൂടി തിരക്ക് കുറവായിരിക്കും. കാരണം മാർച്ച് 1 എക്സ്റ്റെൻഡ് ചെയ്തിൽ അറിയാത്തവര്, അപേക്ഷിക്കാൻ വിട്ടുപോയ ആൾക്കാരൊക്കെ അവിടെ ചെക്കായി നിൽക്കും. അറിയുന്ന ആൾക്കാർ മാത്രമാണ് ഇത് ഇതുപോലെ ചാനലുകളിലൂടെയും അല്ലെങ്കിൽ ബാക്കി ഏതെങ്കിലും സൈറ്റിലൂടെയും ന്യൂസിലൂടെയും അറിയുന്ന ആൾക്കാർ മാത്രമാണ് മാർച്ച് 23-ാം തീയതി മുതൽ അപേക്ഷിക്കാൻ നോക്കുക. അതുകൊണ്ട് സൈറ്റിന്റെ ഒരു പ്രശ്നങ്ങളൊക്കെ തീരും കേട്ടോ. അപ്പൊ അപേക്ഷിക്കുക, അപേക്ഷിച്ചിട്ട് എന്തായിരുന്നു, പഠിക്കാൻ തുടങ്ങുക, നല്ല രീതിയിൽ പഠിക്കാൻ തുടങ്ങുക. ഇപ്പൊ PSC ഇതിൽ മെയിൻ ആയിട്ട് മാത്സും റീസണിങ് ഒക്കെ നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. നല്ലൊരു മാർക്ക് അതിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും മാത്സും റീസണിങ്. ഇനി നിങ്ങൾക്ക് ഒരു ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ AZB-യിൽ ഒരു ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മുടെ ജോയിൻ ചെയ്യുന്ന നമുക്കൊരു കോഴ്സ് വരുന്നുണ്ട്. കോഴ്സിന്റെ ഫീസ് 1499 രൂപയാണ്. ഈ കോഡ് ഉപയോഗിക്കുമ്പോഴാണ് ഈ പൈസക്ക് കിട്ടുന്നത് കേട്ടോ. JI20 എന്ന് പറയുന്ന ഒരു കോഡ് ഉണ്ട്. ഈ കോഡ് ഉപയോഗിച്ച് നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യണം. മുഴുവൻ സിലബസ് ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ കോഴ്സ്. ഓരോ സിലബസ് നമ്മൾ എടുത്ത് പഠിക്കാം. അതുപോലെ തന്നെ നമുക്കിപ്പോ നിങ്ങൾക്ക് മാത്സും റീസണിങ് ആണ് ആദ്യം ഫോക്കസ് ചെയ്യുന്നെങ്കിൽ നമ്മൾ മാത്സും റീസണിങ്ങിന്റെ ക്ലാസ് അവിടെ ഉണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് സിലബസിന്റെ അടിസ്ഥാനത്തില്, നിങ്ങളുടെ സമയത്തിന്റെ അടിസ്ഥാനത്തില് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. അതുപോലെ പഠിച്ചാൽ മാത്രം മതിയോ? പോരാ. എന്തുണ്ട് അവിടെ? ഒരു മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. മോക്ക് ടെസ്റ്റ് ഉണ്ട്. മോക്ക് ടെസ്റ്റ് എഴുതാം. എത്രത്തോളം എക്സാം എഴുതുന്നു അത്രത്തോളം നിങ്ങൾ എന്തായിരുന്നു കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയിട്ട് പഠിച്ച് വരുന്നതാണ്. അപ്പൊ എക്സാം നന്നായിട്ട് എഴുതാൻ വേണ്ടി നോക്കുക. നല്ല രീതിയിൽ നിങ്ങൾ എക്സാം എഴുതുവാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങളെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? അപ്പൊ ഇന്നിപ്പോ നമ്മൾ 100 മാർക്കിന്റെ ഒരു പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നമുക്ക് 10 മാർക്കാണ് കിട്ടുന്നെങ്കിൽ അടുത്ത ആഴ്ച ചിലപ്പോൾ അത് 25 മാർക്കായിരിക്കും. സോ നമുക്ക് തന്നെ മനസ്സിലാവും നമ്മൾ നമുക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് തന്നെ മനസ്സിലാവും. സോ അതിനുവേണ്ടി ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് മെന്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. മെന്റേഴ്സിന്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഒരു സ്റ്റഡി പ്ലാൻ മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരും. റെക്കോർഡ് സെഷനും
ലൈവ് ക്ലാസ്സുകളും മോക്ക് ടെസ്റ്റും സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ ഉള്ള ഒരു ബാച്ച് ആണ് നമ്മുടേത്. ഇനി എങ്ങനെയാണ് ഇത് പർച്ചേസ് ചെയ്യാം? ASB അക്കാഡമിയുടെ ലേണിംഗ് ആപ്പ് ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ മുകളിലുള്ള നമ്പറില്ലേ, ഈ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവരെന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് തരും. ആപ്പിലൂടെ ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ നോർമലി നമ്പർ ഒക്കെ കൊടുത്ത് OTP ഒക്കെ വന്ന് അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നത്? ഇതുപോലൊരു ഓപ്ഷൻ വരും. ഇതുപോലൊരു ഓപ്ഷൻ വരുമ്പോൾ ഓൾ കാറ്റഗറീസ് ഒന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഹോം പേജിൽ പോകുമ്പോൾ ഏറ്റവും താഴെ മൂന്നാമത് കണ്ടോ സ്റ്റോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. സ്റ്റോറിൽ പോകുമ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കോഴ്സസും ഉണ്ടാവും. അവിടെ RRB ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അതൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ വേഗം പോയിട്ട് എന്തായിരുന്നു? ബൈ നോ ചെയ്യരുത്. ഏറ്റവും താഴെ റീഡ് മോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇത് സ്ക്രോൾ ചെയ്താൽ താഴെ റീഡ് മോർ എന്ന ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ എന്ത് കാണാം? ഹാവ് എ കൂപ്പൺ കോഡ് എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പൊ യെസ് വി ഹാവ് അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് JI20 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഡൺ കൊടുത്തു കഴിഞ്ഞാല് 1490 രൂപയ്ക്ക് ബൈ നൗ കൊടുത്ത് പർച്ചേസ് ചെയ്യാം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഫോൺ പേയോ ഗൂഗിൾ പേയോ പേടിഎമ്മോ എന്ത് ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് കണ്ടിന്യൂ കൊടുത്തിട്ട് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സസ് ആക്സസിബിൾ ആണ്. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ നമ്മൾ ഗൂഗിൾ ഫോം വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എന്തായിരുന്നു, നമ്മൾ ജസ്റ്റ് ഒന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അതുപോലെ തന്നെ കമന്റ് സെക്ഷനിൽ കമന്റ് ഒക്കെ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം. ബൈ.